എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഭാവി കാലത്തിൽ എങ്ങനെയാണ് മറാഠിയിൽ സെൻറ്റൻസസ് പറയേണ്ടത് എന്ന് നോക്കാം. ഭാവി കാലത്തിൻ്റെ ആദ്യത്തെ ടൈപ്പാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അതിന് മറാഠിയിൽ സാമാന്യ ഭവിഷ്യകാൽ അഥവാ സാധാ ഭവിഷ്യകാൽ എന്നാണ് പറയുക. ഞാൻ ചോറ് കഴിക്കും എന്ന് പറഞ്ഞാൽ നാളെ ചോറ് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചോറ് കഴിക്കും എന്ന് ഭാവിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അത് മറാഠിയിൽ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അതായത് മെയിലായാലും ഫീമെയിലായാലും ഞാൻ ചോറ് കഴിക്കും എന്ന് ഫ്യൂച്ചർ ടെൻസിന് പറയാൻ വേണ്ടിയിട്ട് മീ ഭാത് ഖായീൻ അഥവാ മീ ഭാത് ഖാണാർ എന്ന് വേണം പറയാൻ. അതിൽ മീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ചോറ് എന്നതിന് ഭാത്ത് എന്നാണ് മറാഠിയിൽ പറയുക. ഇതൊരു പുതിയ വാക്കാണ് കേട്ടോ, ഇത് പഠിച്ചു വെച്ചോളൂ. ചോറ് എന്നതിന് ഭാത്ത് എന്നാണ് പറയുക. അരി എന്നതിന് താന്തൂൾ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഞാൻ ചോറ് കഴിക്കും എന്നാണ് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിൽ. അപ്പോൾ മീ ഭാത്ത് ഖായീൻ, കഴിക്കുക എന്നതിൻ്റെ മൂൾ ശബ്ദ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് എന്താണ്? ഖാണേ എന്നതാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അതിനെ ഇനി ഫ്യൂച്ചർ ടെൻസിൽ വരാൻ നേരത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഈ മൂൾ വേർഡിൽ അല്ലെങ്കിൽ റൂട്ട് വേർഡിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ടെൻസ് അനുസരിച്ചിട്ടും പ്രോനൗണിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും ജെൻഡർ അനുസരിച്ചിട്ടും എല്ലാം മൂൾ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ നേരത്ത് ഞാൻ ചോറ് കഴിക്കും, നാളെ കഴിക്കും അല്ലെങ്കിൽ പിന്നീട് കഴിക്കും. ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ നേരത്ത് മീ ഭാത്ത് ഖായീൻ അഥവാ മീ ഭാത്ത് ഖാണാർ എന്ന് വേണം പറയാൻ. ഞങ്ങൾ നാളെ ചോറ് കഴിക്കും എന്ന് മറാഠിയിൽ എങ്ങനെ പറയാം? ഞങ്ങൾ എന്നതിന് ആംഹി എന്നാണ് പറയുക. നാളെ എന്നതിന് ഉദ്യ എന്നാണ് പറയുക. അപ്പോൾ ഉദ്യ എന്നതും ഭാത്ത് എന്നതും രണ്ട് പുതിയ വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഉദ്യ എന്ന് വെച്ചാൽ നാളെ എന്നാണ് അർത്ഥം. ഭാത്ത് ചോറ്, ഖാവു എന്ന് വേണം പറയാൻ. അപ്പോൾ അവിടെ ഖാണേ എന്നത് ഖാവു എന്നാവും. ഞങ്ങൾ നാളെ ചോറ് കഴിക്കും, ആംഹി ഉദ്യ ഭാത്ത് ഖാവു. ഇനി നമ്മൾ എന്നാണ് പറയണ്ടെങ്കിലോ, നമ്മൾ നാളെ ചോറ് കഴിക്കും എന്നെങ്ങനെ പറയാം? ആപ്പൺ, നമ്മൾ എന്ന് പറഞ്ഞാൽ ആപ്പൺ. ആപ്പൺ ഉദ്യ നാളെ ചോറ് കഴിക്കും, ഭാത്ത് ഖാവു. ആപ്പൺ ഉദ്യ ഭാത്ത് ഖാവു. നീ ചോറ് കഴിക്കും എന്ന് ഫ്യൂച്ചർ ടെൻസിൽ അല്ലെങ്കിൽ ഭവിഷ്യകാലിൽ എങ്ങനെ പറയാം? തു ഭാത്ത് ഖാശീൽ അല്ലെങ്കിൽ തു ഭാത്ത് ഖാണാർ. ഇത് ആണായാലും പെണ്ണായാലും ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഓക്കെ. ഇനി നിങ്ങൾ ചോറ് കഴിക്കും എന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് പറയാൻ എങ്ങനെ പറയണം? തുംഹി ഭാത്ത് ഖാൽ. ഇവിടെ ഖാണേ എന്നത് ഖാൽ എന്നായി മാറും. തുംഹി ഭാത്ത് ഖാൽ. ഇനി നമ്മൾ തുംഹി എന്ന വാക്ക് റെസ്പെക്റ്റോട് കൂടിയിട്ടും പറയും അല്ലേ? അങ്ങനെ പറയാൻ നേരത്തും തുംഹി ഭാത്ത് ഖാൽ എന്ന് വേണം പറയാൻ. നിങ്ങൾ ചോറ് കഴിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ റെസ്പെക്റ്റോട് കൂടെ പറയാൻ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ആപ്പൺ. ഇനി ആപ്പൺ ഭാത്ത് ഖാൽ എന്ന് പറഞ്ഞാലും താങ്കൾ ചോറ് കഴിക്കും എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഫ്യൂച്ചർ ടെൻസിൽ അവൻ ചോറ് കഴിക്കും എന്ന് പറയാൻ എങ്ങനെ പറയണം? തോ ഭാത്ത് ഖായീൽ അല്ലെങ്കിൽ തോ ഭാത്ത് ഖാണാർ. ഫ്യൂച്ചർ ടെൻസിലാണ് കേട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ നാളെ കഴിക്കുന്നോ, അല്ലെങ്കിൽ അവൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നോ, അല്ലെങ്കിൽ രാത്രി ചോറ് കഴിക്കുന്നോ, അങ്ങനെ പിന്നീട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ടെൻസാണിത്. ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. തോ ഭാത്ത് ഖായീൽ അല്ലെങ്കിൽ തോ ഭാത്ത് ഖാണാർ. ഇനി ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാനും ഇങ്ങനെ തന്നെയാണ് പറയുക. പ്രോനൗൺ മാത്രമേ മാറുള്ളൂ. തീ, തീ എന്നാൽ തീ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സ്ത്രീയെയാണ് അല്ലെങ്കിൽ ഫെമിനൈൻ ജെൻഡറിനെയാണ്. അറിയാലോ നമുക്കത്. തീ ഭാത്ത് ഖായീൽ അല്ലെങ്കിൽ തീ ഭാത്ത് ഖാണാർ. ഇനി ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ട ഒരു ആളെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ന്യൂട്ടർ ജെൻഡറിനെ സൂചിപ്പിച്ചും കൊണ്ട് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ചോറ് കഴിക്കും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? തേ ഭാത്ത് ഖായീൽ. ഒരു കൊച്ചുകുട്ടി
ഉച്ചയ്ക്ക് ചോറ് കഴിക്കും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നാളെ എന്ന വാക്കിൻ്റെ മറാഠിയാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ ആ കൊച്ചുകുട്ടി നാളെ ചോറ് കഴിക്കും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? തേ, ജെൻഡർ ന്യൂട്ടർ ആയതുകൊണ്ട് തേ ഉദിയ, നാളെ എന്നതിന് ഉദിയ നമ്മൾ പഠിച്ച വാക്കാണ്. തേ ഉദിയ ഭാത്ത് ഖായിൽ, അല്ലെങ്കിൽ തേ ഉദിയ ഭാത്ത് ഖാണാർ. ഇനി അവർ ചോറ് കഴിക്കും എന്ന് ഒരു പറ്റം ആണുങ്ങളെക്കുറിച്ച് പറയാൻ നേരത്തെ എങ്ങനെ പറയാം? ഫ്യൂച്ചർ ടെൻസിൽ തേ ഭാത്ത് ഖാത്തീൽ എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ തേ ഭാത്ത് ഖാണാർ എന്നും പറയാം. ഇതേ കാര്യം ഒരു പറ്റം പെണ്ണുങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിലോ ത്യാ ഭാത്ത് ഖാത്തീൽ, അല്ലെങ്കിൽ ത്യാ ഭാത്ത് ഖാണാർ. ഇനി ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ട പ്ലൂരൽ നൗൺ ആൾക്കാരെക്കുറിച്ച് പറയാൻ നേരത്ത് എങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ, ഒരു പറ്റം കൊച്ചുകുട്ടികൾ നാളെ ചോറ് കഴിക്കും എന്ന് പറയണമെങ്കിൽ തീ ഭാത്ത് ഖാത്തീൽ, അല്ലെങ്കിൽ തീ ഭാത്ത് ഖാണാർ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ എല്ലാ പ്രൊനൗൺസും പ്ലൂറലിനാണ് വരിക. മെയിലാവുമ്പോൾ തേ, ഫീമെയിലാവുമ്പോൾ ത്യാ, ന്യൂട്ടർ ജെൻഡറിലാവുമ്പോൾ തീ, എല്ലാം പ്ലൂറലാണ് എന്ന് ഓർമ്മ വയ്ക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറാഠി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.